കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവേ, അങ്ങയുടെ കാലത്ത് ആയിരക്കണക്കിന് അമ്മമാരുടെ കണ്ണുനീർ ഈ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ വീണിട്ടുണ്ട്. അതിന്റെ എല്ലാം ശാപം നിങ്ങളെ വിടാതെ പിന്തുടരുകയാണ് സർ. കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ ഇങ്ങനെ വന്ന് നിൽക്കുവാനും സാധാരണ ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽപ്പെട്ട എനിക്ക് ഇവിടെ നിന്ന് സംസാരിക്കുവാനുമായി ഒരവസരമൊരുക്കി തന്ന ആലപ്പുഴയിലെ പ്രബുദ്ധരായ വോട്ടർമാർക്ക് ഞാൻ ആദ്യമായി നന്ദി അറിയിക്കുന്നു. ഇന്നിവിടെ നിൽക്കുമ്പോൾ എനിക്ക് വേണ്ടി രാപകലില്ലാതെ കഷ്ടപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സഹപ്രവർത്തകരോടും ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരോടുമെല്ലാം അവരെ ഹൃദയത്തോട് ഞാൻ ചേർത്ത് പിടിക്കുകയാണ് സർ. കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി, കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ വി.ഡി. സതീശൻ അവതരിപ്പിച്ച ഈ ബഡ്ജറ്റിനെ ഞാൻ സർവാത്മന പിന്തുണയ്ക്കുകയാണ്. ഈ ബഡ്ജറ്റ് ഒരു സാധാരണ ബഡ്ജറ്റ് അല്ല. ഇത് അനിതര സാധാരണമായ കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള സാധാരണക്കാരെ, പട്ടിണിപ്പാവങ്ങളെ, അരികുവൽക്കരിക്കപ്പെട്ട സാധാരണക്കാരായ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന, അവരുടെ ജീവിതത്തിൽ പുതുവെളിച്ചം വീശുന്ന ഒരു ബഡ്ജറ്റാണ് സർ. ഈ ബഡ്ജറ്റിനെ എപ്പോക്കൽ ബഡ്ജറ്റ് എന്ന് വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സർ, എന്താണ് എപ്പോക്കൽ ബഡ്ജറ്റ് എന്ന് ചോദിച്ചാൽ, യുഗ പരിവർത്തനാത്മകമായ ബഡ്ജറ്റാണ് സാർ എപ്പോക്കൽ ബഡ്ജറ്റ്. വികസന മുൻഗണനകളെ പുനർനിർവചിച്ച് സാധാരണക്കാരന്റെ ജീവിതത്തെ മാറ്റിമറിക്കുമ്പോഴാണ് ഒരു ബഡ്ജറ്റ് എപ്പോക്കൽ ബഡ്ജറ്റായി മാറുന്നത്. അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ ചേർത്ത് പിടിച്ച ഈ ബഡ്ജറ്റിനെ ഞാൻ ഹൃദയത്തോട് ചേർത്ത് നിർത്തി പിന്തുണയ്ക്കുകയാണ് സർ. ആദ്യമായി കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിലേക്ക് ആലപ്പുഴയിലെ ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്തയക്കുമ്പോൾ കേരളത്തിലെ പൊതുജനങ്ങളടക്കം ചില കാര്യങ്ങൾ ഇവിടെ പറയുവാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് സർ. അതിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തിങ്കളാഴ്ച ഇവിടെ ആദരണീയനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ഇടപെടൽ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളവും മലിനജലവുമായി കടന്നു വന്നിട്ട് ഞങ്ങളുടെ AISFന്റെ AIYFന്റെ പ്രവർത്തകരെ പോലീസ് ഈ വെള്ളമുള്ള ജലപീരങ്കി ഉപയോഗിച്ച് ആക്രമിച്ചുവെന്ന് ആശങ്കപ്പെടുന്നത് കണ്ടു. ഞങ്ങളുടെ കുട്ടികൾക്ക് വേദനിക്കുന്നുവെന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു. തങ്ങളുടെ കുട്ടികൾക്ക് വേദനിച്ചപ്പോൾ ഒരു പിതാവിന്റെ ഒരു കരുതൽ അദ്ദേഹത്തിന്റെ മനസ്സിലുണർന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ സഹജീവികളോടുള്ള ഒരു സ്നേഹമുണ്ടായി. ദീർഘമായ 10 വർഷങ്ങൾക്ക് ശേഷമാണ് മനുഷ്യ സഹജമായ ആ വികാരങ്ങൾ ആ മനുഷ്യനിൽ ഉണ്ടായത്. അതിനെ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലം അങ്ങനെ ഒരു വികാരം അദ്ദേഹത്തിനുണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. അത് കേരളത്തിലെ പൊതുജനങ്ങൾക്ക് മുഴുവൻ ബോധ്യമുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം 10 വർഷക്കാലം ചെയ്തു കൂട്ടിയ കാര്യങ്ങളിൽ ഒരു ആത്മപരിശോധന നടത്തണമെന്ന് ഈ അവസരത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സർ, കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ 1977 മാർച്ച് 30 നടന്ന ഒരു സംഭവം, ഒരു പ്രസംഗം ഇവിടെ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. ഞാൻ ചരിത്രത്തിൽ നിന്ന് പഠിച്ചതാണ്. ഞാൻ അന്ന് ജനിച്ചിട്ടില്ല. അന്ന് കേവലം 28 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവായ നിയമസഭാംഗം ഭരണകൂട ഭീകരതയ്ക്കെതിരെ, പോലീസ് ഭീകരതയ്ക്കെതിരെ എന്നോണം രക്തം പുരണ്ട വസ്ത്രമുയർത്തി പിടിച്ച് പ്രസംഗിച്ച ഒരു ചരിത്രം കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയ്ക്കുണ്ട്. ആ ചെറുപ്പക്കാരൻ, 28 വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ പിന്നീട് കേരളത്തിൽ വൈദ്യുതി വകുപ്പ് മന്ത്രിയായി. പിന്നീട് ആ ചെറുപ്പക്കാരൻ കാലം ഒരുപാട് കഴിഞ്ഞപ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രിയായി മാറി. ഭരണകൂട ഭീകരതയ്ക്കെതിരെ പ്രസംഗിച്ച, പോലീസ് രാജിനെതിരെ പ്രതികരിച്ച ആ ചെറുപ്പക്കാരൻ പിന്നീട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ കാലത്താണ് കേരളത്തിൽ ഏറ്റവും അധികം പോലീസ് മർദ്ദനങ്ങൾ ഉണ്ടായത്. ആ മുഖ്യമന്ത്രിയുടെ കാലത്താണ് തെരുവുകളിൽ ഏറ്റവും അധികം ചെറുപ്പക്കാർ ആക്രമിക്കപ്പെട്ടത്. അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ, ജനാധിപത്യപരമായി മൗലിക അവകാശം ഉപയോഗിച്ച് സമരം ചെയ്തതിന്റെ പേരിൽ എത്രയോ ചെറുപ്പക്കാരുടെ തലയാണ് സാർ തല്ലി തകർത്തത്. അതിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി മറ്റൊന്നും ചിന്തിക്കാതെ തന്നെ അതിനെ രക്ഷാപ്രവർത്തനമെന്ന് വാഴ്ത്തിപ്പാടുകയാണ് സാർ ചെയ്തത്. അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ, സമരം ചെയ്തതിന്റെ പേരിൽ ഇത്തിരി പോകുന്ന ഒരു കറുത്ത തുണിക്കഷ്ണം ഉയർത്തി കാണിച്ച് പ്രതിഷേധം എന്ന മുദ്രാവാക്യം വിളിച്ചതിന് എന്നെയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസിനെയും ആലപ്പുഴ നഗരത്തിലിട്ട് പട്ടിയെ തല്ലുന്നത് പോലെയാണ് സാർ തല്ലിയത്. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇറങ്ങി ഞങ്ങളുടെ തല തല്ലി പൊളിച്ചപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം പറഞ്ഞത് എന്താണ്? അത് രക്ഷാപ്രവർത്തനമാണെന്ന് അദ്ദേഹം പറഞ്ഞു.
കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ ഇവിടെ നിന്ന് എന്നെ പോലൊരു സാധാരണക്കാരന് സംസാരിക്കുവാൻ അവസരമൊരുക്കിയതിന് ഒരു കാരണമാ രക്ഷാപ്രവർത്തനമാണ് സർ. കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ആയിരക്കണക്കിന് യൂത്ത് കോൺഗ്രസിന്റെ, KSUവിന്റെ, യൂത്ത് ലീഗിന്റെ, MSFന്റെ, RYFന്റെ ചെറുപ്പക്കാരുടെ തലതല്ലി പൊളിച്ച സർക്കാരാണ് കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ആ സമരം ചെയ്ത, ജനാധിപത്യപരമായ അവകാശം വിനിയോഗിച്ച, മൗലികമായ അവകാശം വിനിയോഗിച്ച ചെറുപ്പക്കാരുടെ തലതല്ലി തകർത്തിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇവിടെ ഇന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മലിനജലം ഉപയോഗിച്ച് ആക്രമിച്ചു പോലും. ഇതൊക്കെ ആരോടാണ് സാർ പറയുന്നത്? ഇതൊക്കെ ആരെയാണ് സാർ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ കഴിയുന്നത്? കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവേ, അങ്ങയുടെ കാലത്ത് ആയിരക്കണക്കിന് അമ്മമാരുടെ കണ്ണുനീർ ഈ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ വീണിട്ടുണ്ട്. അതിന്റെ എല്ലാം ശാപം നിങ്ങളെ വിടാതെ പിന്തുടരുകയാണ് സാർ. ഈ ബഡ്ജറ്റിന്റെ പ്രത്യേകത പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി, ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അടക്കം കേരളത്തിലെ സാധാരണക്കാരായ അരികുവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ട ജനങ്ങളെ ചേർത്ത് പിടിച്ച പദ്ധതികൾ കൊണ്ടുവന്ന് ഈ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരായ കർഷകരെ, മത്സ്യത്തൊഴിലാളികളെ, കെട്ടിട നിർമ്മാണ തൊഴിലാളികളെ, കയർ മേഖലയിലെ തൊഴിലാളികളെ ചേർത്ത് പിടിക്കുന്ന ആശാവഹമായ ബഡ്ജറ്റാണ് സാർ കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവതരിപ്പിച്ചത്. സാർ, ഞാൻ വരുന്നത് കിഴക്കും പടിഞ്ഞാറും കായൽ തീരത്തും കടൽ തീരത്തും മത്സ്യത്തൊഴിലാളികളും കയർ കാർഷിക മേഖലയിലെ തൊഴിലാളികളും കെട്ടിട നിർമ്മാണ തൊഴിലാളികളും തെങ്ങിപ്പാർക്കുന്ന സാധാരണ മണ്ഡലമായ ആലപ്പുഴയിൽ നിന്നാണ് സാർ. ആലപ്പുഴയാണ് സാർ ഞാൻ പ്രതിനിധീകരിക്കുന്നത്. അവിടെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നമുണ്ട് സാർ. ചെത്തി ഹാർബർ 18 വർഷക്കാലമായി അതിന്റെ പണി ഒച്ചിടയുന്നത് പോലെ മുമ്പോട്ട് പോവുകയാണ് സാർ. ചെട്ടിക്കാട് ആശുപത്രിയുടെ പണി ഇതുവരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. കയർ മേഖലയിൽ കഴിഞ്ഞ 9 വർഷക്കാലമായി കൂലി വർധനവുണ്ടായിട്ടില്ല സാർ. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഇപ്പോഴും രൂക്ഷമായി തുടരുകയാണ്. ആലപ്പുഴ നഗരത്തിൽ ഒരു ചാറ്റൽ മഴ പെയ്താൽ വലിയ വെള്ളക്കെട്ടുണ്ടാവുന്ന സാഹചര്യമുണ്ട് സാർ. കേരളത്തിലെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന മാരാരി ബീച്ചും ആലപ്പുഴ ബീച്ചും ഇപ്പോഴും ശാപമോക്ഷം കാത്തുകിടക്കുകയാണ്. ഈ മണ്ഡലത്തിൽ 10 വർഷക്കാലം ധനകാര്യ വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്ന മണ്ഡലമാണ്. വികസനപരമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന ഈ മണ്ഡലത്തിൽ ആദരണീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രത്യേക ശ്രദ്ധയുണ്ടാകുമെന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്. ഇവിടെ ഈ മണ്ഡലത്തിൽ ഏറ്റവും അധികം തെങ്ങിപ്പാർക്കുന്ന മത്സ്യത്തൊഴിലാളികൾ പ്രത്യേകമായി ഈ സർക്കാരിനോട് നന്ദി പറയാൻ എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് സാർ. മത്സ്യത്തൊഴിലാളികളുടെ സബ്സിഡി, മണ്ണെണ്ണ സബ്സിഡി 75 രൂപയാക്കി വർദ്ധിപ്പിച്ചു. മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക ഭവന പദ്ധതി തുടങ്ങി. തീരദേശവാസികൾക്ക് പട്ടയം അനുവദിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. കടലിൽ പോകാനാവാത്ത ദിവസങ്ങളിൽ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾക്ക് വേതനം നൽകുമെന്ന് പറഞ്ഞു. സാർ, ഞാൻ എൻ്റെ അപ്പനൊപ്പം പൊന്തുവള്ളത്തിൽ കടലിൽ പോയി മീൻ പിടിച്ച് പഠനവും സമരവും പോരാട്ടവും ജീവിതവും എല്ലാം മുമ്പോട്ട് കൊണ്ടുപോയ ആളാണ് സാർ. എനിക്ക് ആ മത്സ്യത്തൊഴിലാളികളുടെ വേദനയും വികാരവും എല്ലാം മനസ്സിലാകും. ഇവിടെ മത്സ്യത്തൊഴിലാളികളെ, കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നവരെ, കെട്ടിട നിർമ്മാണ തൊഴിലാളികളെ, സാധാരണക്കാരെ, അരികുവൽക്കരിക്കപ്പെട്ടവരെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് നിർത്തുന്ന ഈ സർക്കാരിന്റെ ഈ ബഡ്ജറ്റിനെ സർവാത്മന ഹൃദയപൂർവ്വം പിന്തുണച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, ജയ് ഹിന്ദ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.